എല്ലാ സജ്ജനങ്ങളായ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ കഥ നോക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിരിഞ്ചനാൽ ചമയ്ക്കപ്പെട്ട ശ്രീ മഹാരാമായണം 100 കോടി ഗ്രന്ഥങ്ങളുള്ളതിൽ മഹത്താണെന്നും ഭൂലോകത്തിൽ അത്രയ്ക്കും ശ്രേഷ്ഠമാണെന്നുമാണ് പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ ഭക്തിയോടുകൂടി ശ്രീരാമനാമം സ്മരിച്ചാൽ ദേവന്മാരാൽ കൂടി ആരാധ്യനായി വന്നുകൂടും എന്ന് മഹാദേവൻ ശ്രീ പാർവതി ദേവിയോട് ഉര ചെയ്ത് നിർത്തുകയായിരുന്നു. നമുക്കിന്ന് 29ാമത്തെ പേജിൽ 7th ലൈൻ മുതലാണ് പറയുന്നത്. അങ്ങനെ വിധാതാവ് പറഞ്ഞതനുസരിച്ച് ഭൂലോകത്തിലുള്ള ജീവികൾക്ക് മോക്ഷാർത്ഥമായിട്ട് രാമായണം ചമയ്ക്കുന്ന ആ മാമുനിയായിട്ട്, മഹാശ്രേഷ്ഠനായ മാമുനിയായിട്ട് മാറിയ കാട്ടാളൻ ഉണ്ട്. അതായത് കാട്ടാളനായിരുന്ന മഹാമുനി വാൽമീകി മഹർഷിയോട് ബ്രഹ്മാവ് അരുളി ചെയ്തു. അങ്ങനെ ശ്രീ പരമേശ്വരനും പാർവതീദേവിയും തമ്മിലുള്ള സംവാദ രൂപത്തിൽ നാം ഈ ശ്രേഷ്ഠമായ കഥ അറിയാൻ തുടങ്ങി, കേൾക്കാൻ തുടങ്ങുന്നു. ഇനി സീതാദേവി ഹനുമാനോട് അരുളി ചെയ്തതെല്ലാം കേട്ട ശ്രീരാമൻ ഹനുമാനോട് തുടർന്ന് പറയുകയാണ്. എല്ലാ ജീവജാലങ്ങളും ആ പരമാത്മാവിൻ്റെ പ്രതിബിംബങ്ങളാണ്, കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലെ. അതായത് എല്ലാവരിലും പരമാത്മ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. പല പല ജലാശയങ്ങളിൽ എപ്രകാരം ഒരേ ആകാശത്തെ പ്രത്യേകമായി കാണുന്നു, അതുപോലെയാണ് ഈ നിശ്ചല പരമാത്മ ബിംബത്തിൻ്റെ പ്രതിബിംബമാകുന്ന ഈ പരമാത്മ സ്വരൂപം ജീവാത്മാക്കളിൽ വിളങ്ങുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങൾ, അങ്ങനെയുള്ള മഹാവാക്യങ്ങളിൽ കൂടെ ആചാര്യന്മാർ ഈ പരമാത്മ തത്വത്തെ വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് ഭക്തന്മാർ ഈ ഭക്തിഹീനന്മാർ പരമാത്മ തത്വം അറിയാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നത്. എന്നാൽ ഭക്തന്മാരാണെങ്കിലോ ആ പരമാത്മ തത്വത്തെ മനസ്സിലാക്കുകയും സായുജ്യത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഭക്തിഹീനന്മാർ ഈ പരമാത്മ തത്വം മനസ്സിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെടും. അവർക്ക് 100 ജന്മമെടുത്താൽ പോലും മോക്ഷവും രാമതത്വജ്ഞാനവും സിദ്ധിക്കയില്ലെന്ന് തന്നെ പറയുന്നു. ദേവി, ഈ ഭക്തിഹീനന്മാരോട് ഒരിക്കലും ഇത് അറിയിക്കരുത്. ഈ പരമാത്മതത്വം അത്യന്തം രഹസ്യമാണ്. പാത്രമറിഞ്ഞേ ദാനം ചെയ്യാവൂ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. ഇല്ലെങ്കിൽ ആ കുടത്തിൽ, കമിഴ്ത്തി വെച്ച കുടത്തിലേക്ക് ജലം ഒഴിക്കുന്നത് പോലെ ആയിപ്പോവും. അതിന് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഇതിൽ ശ്രേഷ്ഠമായ മറ്റൊരു ഉപദേശവും ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെ ശ്രീ മഹാദേവൻ ദേവിയോട് അരുളി ചെയ്ത ഈ രാമതത്വം അത്യന്തം ഗോപ്യവും പവിത്രവും ശ്രീരാമനാൽ വായുപുത്ര ഹനുമാനോട് പറയപ്പെടുന്നതുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. മോക്ഷദം, അതായത് മംഗലാത്മാവേ, ഏറ്റവും മഹത്തായ മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രഭരനോടെന്നതു സത്യമല്ലോ. ഇനി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ബ്രഹ്മഹത്യ തുടങ്ങിയ പാപങ്ങൾ, അതുപോലെ തന്നെ മുജ്ജന്മങ്ങൾ കൊണ്ട് ആർജിച്ചു വച്ചിട്ടുള്ള മഹാപാപങ്ങളാണെങ്കിൽ പോലും ഈ ബ്രഹ്മതത്വത്തെ അറിഞ്ഞാൽ അത് നശിച്ചു പോവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പിന്നീട് പറഞ്ഞിരിക്കുകയാണ്, ജാതി നിന്ദിതൻ, ജാതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ, പരസ്ത്രീകളെയും പരധനത്തെയും അപഹരിക്കുന്നവൻ, മാതൃപിതൃഘാതകൻ, ബ്രഹ്മഹത്യ ചെയ്യുന്നവൻ, യോഗികളെ നിന്ദിക്കുന്നവൻ, സ്വർണം മോഷ്ടിക്കുന്നവൻ, ഇങ്ങനെ തുടങ്ങിയവർ ഏറ്റവും ദുഷ്ടന്മാരും നിന്ദിതന്മാരുമാണെങ്കിലും ഈ രാമനാമം ജപിച്ചിടുകിൽ സംപൂജ്യനായി വരും നിശ്ചയമായിട്ടും എന്ന് മഹാദേവൻ പറയുകയാണ്. ഇങ്ങനെ മഹാദേവൻ ഇങ്ങനെ അരുളി ചെയ്തതിന് ഉത്തരമായിട്ട് ദേവി പറയുകയാണ്. 30ാമത്തെ പേജിലേക്ക് നമ്മൾ പ്രവേശിച്ചു.
മംഗലാത്മാവേ, ഗംഗാകാമുക, പരമേശ്വര എന്നിങ്ങനെ സംബോധന ചെയ്തിട്ട് അവിടുത്തെ മുഖോന്മിളിതം, അവിടുത്തെ ആ മുഖത്തു നിന്നും പുറപ്പെട്ട ഈ വാക്കുകൾ കേട്ട് ഞാൻ ധന്യയായി. എൻ്റെ സന്ദേഹമെല്ലാം നീങ്ങി. എനിക്കൊരു സംശയമില്ല. ഈ രാമതത്വം എന്ന രസായനം എത്ര പാനം ചെയ്താലും മതിയാവുകയില്ല. ഇങ്ങനെ ചുരുക്കി പറഞ്ഞത് എനിക്ക് ഒട്ടും തൃപ്തികരമല്ല തന്നെ. ഈ ശ്രീരാമ മാഹാത്മ്യമെല്ലാം വിസ്തരിച്ച് പറഞ്ഞാലും, കാരണം അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ പറയുന്നതിന്, അതായത് സമയത്തിന് വില കൽപ്പിക്കാത്തവർക്ക് വിദ്യ ഉണ്ടാവില്ല, അതായത് അറിവുണ്ടാവുകയില്ല. ധനത്തിൻ്റെ മൂല്യം അറിയാത്തവന് ധനവും ഉണ്ടാവുകയില്ല. കടം നിസ്സാരമായിട്ട് കാണുന്നവന് ശാശ്വത സുഖവും ഉണ്ടാവില്ല. ദേവന്മാരെ അവഗണിക്കുന്നവർക്ക്, അതായത് ഭക്തിഹീനന്മാർക്ക് അഭിവൃദ്ധിയും ഉണ്ടാവില്ല ഒരു കാലത്തും. ദേവന്മാരെ അവഗണിക്കുന്നവർ എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം, നിന്ദിക്കുന്നവർ. നമ്മൾ പറയും, നമ്മളൊരിക്കലും വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് പറയും. അഭിവൃദ്ധി ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക്, ഈ മേൽപ്പറഞ്ഞ പ്രകാരത്തിലുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ എന്നോട് വീണ്ടും ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ, ഈ രാമതത്വം എന്നോട് വിസ്തരിച്ച് പറഞ്ഞാലും ഭഗവാനെ എന്ന് മഹാദേവനോട് ശ്രീ പാർവതീദേവി പറഞ്ഞു. മറുപടിയായിട്ട് മഹാദേവൻ ശ്രീ പാർവതീദേവിയോട് ഇപ്രകാരം അരുൾ ചെയ്തു. അധ്യാത്മരാമായണം എന്ന ഈ ശതകോടി ഗ്രന്ഥങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ 24,000 ശ്ലോകങ്ങളിൽ വേദസംഹിതമായി മനുഷ്യരുടെ മുക്തിക്കായിട്ട് ഈ ശ്രേഷ്ഠ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനം ഉണ്ടാകും. അതുമാത്രമല്ല, ആയുരാരോഗ്യ സമ്പദ് സമൃദ്ധിയോടുകൂടി തൻ്റെ പൗത്രാദികളോടുകൂടി വസിക്കും, മുക്തി സിദ്ധിക്കും, ഭക്തി വർദ്ധിക്കും. അതുകൊണ്ട് ഇത് കേട്ടാലും എന്ന് മഹാദേവൻ അരുളി ചെയ്തു. ഇനി ശിവൻ ചെയ്യുന്ന കഥാകഥനമാണ് അടുത്തത്, പേജ് 31. ഈ രാവണൻ്റെയും മറ്റ് രാക്ഷസന്മാരുടെയും ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത ഭൂമിദേവി ഗോരൂപം പൂണ്ട്, അതായത് ഒരു പശുവിൻ്റെ രൂപം പൂണ്ട് ദേവന്മാരോടും താപസന്മാരോടും കൂടി ബ്രഹ്മദേവനോട് സങ്കടം പറയുകയാണ്. ഞങ്ങൾക്ക് രാവണൻ്റെ ഉപദ്രവം, രാവണനും മറ്റുള്ള അസുരന്മാരുടെയും ഉപദ്രവം കൊണ്ട് ഭൂമിയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന്, അവൻ്റെ ഉപദ്രവം അത്രയ്ക്ക് അസഹ്യമാണെന്ന് സങ്കടം പറയുന്നു. ബ്രഹ്മദേവൻ ഇത് കേട്ട് വർദ്ധിച്ച ഖേദത്തോടുകൂടി എല്ലാ ദേവന്മാരെയും ഭൂമിദേവിയെയും കൂട്ടി ക്ഷീരസാഗര തീരത്ത് എത്തുന്നു. പാലാഴിയിലെത്തിയിട്ട്, ആ തീരത്തെത്തിയിട്ട് എല്ലാവരും ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയാണ്. ഭഗവാൻ ആ സ്തുതി കേട്ടിട്ട് ആ 10,000 ആദിത്യന്മാരുടെ തേജസ്സോടെ ആ പത്മനാഭനെ കാണായി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്മനാഭൻ 1000 ആദിത്യന്മാർ, 1000 സൂര്യന്മാരുടെ തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിച്ചിട്ടുള്ള യോഗികൾക്ക് പോലും അങ്ങനെ സുലഭമായി ദർശിക്കാൻ പറ്റാത്ത ആ ഛേദോഹര രൂപം, ആ മനോഹര രൂപം ബ്രഹ്മാവിന് മുമ്പിൽ പ്രത്യക്ഷമാവുകയാണ്. അവിടെ എല്ലാ ദേവന്മാരും ഭഗവാന്റെ മനോഹര രൂപത്തിൻ്റെ വർണ്ണനയാണ് ആ പേജിൽ. അത് കഴിഞ്ഞിട്ട് ഭഗവാനെ എല്ലാവരും ചേർന്ന് വന്ദിക്കുന്നു, ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. വർണ്ണനയും വന്ദനവും കഴിഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ഭഗവാൻ ഇതിൽ പ്രസന്നനായിട്ട് ആ ദേവന്മാരോട് ആഗമനോദ്ദേശം, ബ്രഹ്മാദി ദേവകളോട് ആഗമനോദ്ദേശം എന്തെന്ന് അന്വേഷിച്ചു. അതിന് മറുപടിയായിട്ട് വേഗം ദേവന്മാരും ഭൂമിദേവിയെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്: അന്തര്യാമിയായ അവിടത്തേക്ക് അറിയാത്തതായി എന്തുണ്ട് ഈ ഭൂലോകത്തിൽ? ഈ ത്രൈലോക്യങ്ങളിലും അവിടത്തേക്ക് അറിയാതായിട്ട്, അവിടുന്ന് അറിയാതെ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ രാവണൻ്റെ ഈ അസഹ്യമായ രാവണാദി അസുരന്മാരുടെ, രാക്ഷസന്മാരുടെ ഉപദ്രവവും മറ്റ് കാര്യങ്ങളും ഉണർത്തിക്കുന്നു. മനുഷ്യനാലല്ലാതെ ഈ രാവണന് മരണമില്ല, മൃത്യുവില്ല എന്ന് അവൻ വരം വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് രാവണൻ്റെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് ഈ ഭഗവാനോട് ഉണർത്തിക്കുകയാണ്. ഭഗവാൻ മഹാവിഷ്ണു കുറച്ചു നേരം ചിന്തിച്ചിട്ട് ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങളാരും വിഷമിക്കണ്ട. ഭൂമിദേവിയുടെ ഈ ദുഃഖം തീർക്കാനായിട്ട് ഞാൻ പണ്ട് കശ്യപ പ്രജാപതി പുത്രലാഭത്തിനായിട്ട് എന്നെ പ്രാർത്ഥിച്ചിരുന്നു. അതിന് ഫലമായിട്ട് പൂർവജന്മത്തിൽ അതിഥിയും കശ്യപനുമായിരുന്ന അവർ ഇപ്പോൾ കൗസല്യാദേവിയും ദശരഥ മഹാരാജാവുമായി അയോധ്യയിൽ വാഴുന്നുണ്ട്. അവർക്ക് പുത്രനായി ഞാൻ ജന്മമെടുക്കും. എനിക്ക് സഹോദരന്മാരായി 3 പേരുണ്ടാകും. എൻ്റെ ശക്തിയായ മായാദേവി ജനകാലയത്തിൽ, അതായത് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ കീകസാത്മജകുലനാശത്തിന് കാരണഭൂതയായി, കീകസാത്മജകുലം എന്ന് പറഞ്ഞാൽ രാക്ഷസകുലത്തിന് കാരണഭൂതയായി വന്ന് പിറക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഗർഭത്തിൽ
ഉദയം കൊണ്ട് അങ്ങനെയല്ല, അയോനിജയായിട്ട് യോനിയിൽ നിന്നല്ലാതെ ജനിക്കും. നമുക്കറിയാം സീതാദേവി സിത്തം, അതായത് ഉഴുതുകൊണ്ടിരുന്ന ആ ഉഴവുചാലിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് സീത എന്ന് പേര് വന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയോനിജയായി ജനിക്കും. ആതിഥേയന്മാർ ആതിഥിയുടെ പുത്രന്മാരായ ദേവന്മാർ കപിവരന്മാരായിട്ട് പിറക്കണം, കപിവരന്മാർ വാനരശ്രേഷ്ഠന്മാരായിട്ട് പിറക്കണം എന്നിങ്ങനെ പറഞ്ഞ് ഭഗവാൻ എല്ലാവരെയും വന്നിച്ച് മറയുന്നു. ബ്രഹ്മാവ് എല്ലാവരോടും ഇത് ഉണർത്തിക്കുകയാണ്. നിങ്ങളും ഭഗവാനെ പരിചരിക്കാനായിട്ട് ഭൂമിയിൽ വാനരശ്രേഷ്ഠന്മാരായി പിറക്കണം. അതുപോലെ തന്നെ ദശാനന ഭൃത്യന്മാരോട് യുദ്ധം ചെയ്യാനായി നിങ്ങളെല്ലാം ഭൂമിയിൽ അതായത് ഹരിരൂപധാരികളാകും. എന്നിട്ട് മാനുഷ്യഹരി സഹായാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്ന മാനുഷ്യഹരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ മനുഷ്യാവതാരം. ആ മനുഷ്യാവതാരത്തെ സഹായിക്കാനായി അവിടെ മരങ്ങളിൽ വസിക്കണം, ഭഗവാന്റെ വരവും പ്രതീക്ഷിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് ബ്രഹ്മദേവനും അവിടെ നിന്ന് സത്യലോകത്തേക്ക് മടങ്ങുന്നു. അടുത്തത് പുത്രലാഭാലോചന എന്നാണ്. പുത്രലാഭാലോചന എന്ന് പറഞ്ഞാൽ പുത്രന് വേണ്ടി ഉള്ള ആലോചന. അതായത് ദശരഥൻ്റെ കൊട്ടാരത്തിൽ അയോധ്യപതിയായ ധർമാത്മാവായ ആ മഹാരാജാവ് കരുണാരത്നാകരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല രാജാവാണ് ദശരഥൻ. പ്രജാവത്സലനായ കൗസല്യാദേവിയോടും അതുപോലെ തന്നെ കൗശല്യമേറിയിടും കൈകേയിയോടും, ഭർത്തൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയോടും സുമിത്രയോടും. നമുക്കറിയാം ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരാണെന്ന്. മറ്റു മന്ത്രികളോടും എല്ലാം ചേർന്ന് കാര്യങ്ങളൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർക്ക് അനപത്യ ദുഃഖമുണ്ട്. മക്കളില്ല എന്നുള്ള ദുഃഖം കൊണ്ട് വളരെ ദുഃഖിതനായി വാഴുന്ന ദശരഥ നൃപൻ ഇങ്ങനെ കുലഗുരുവായ വസിഷ്ഠനോട് ആലോചിക്കുന്നു. അത് കേട്ട് വസിഷ്ഠ മഹർഷി പറയുകയാണ്, നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും. അതുകൊണ്ട് ഒരിക്കലും മനസ്സിൽ ദുഃഖം വിചാരിക്കേണ്ട മഹാരാജാവേ എന്ന് പറഞ്ഞിട്ട് വസിഷ്ഠൻ വീണ്ടും പറഞ്ഞു, ആ പുത്രകാമിഷ്ടി എന്ന യാഗം അനുഷ്ഠിക്കാനായി ഋഷ്യശൃംഖനെ വരുത്തണം, വിഭണ്ഡകൻ്റെ മകനായ ഋഷ്യശൃംഖനെ വരുത്തണം എന്ന് പറയുന്നു. അടുത്തത് പുത്രകാമേഷ്ടിയാണ്. പേജ് 35 തന്നുടെ ഗുരുവായ വസിഷ്ഠൻ്റെ നിയോഗത്താൽ രാജാവ് വൈഭണ്ഡകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വിഭണ്ഡകൻ്റെ മകൻ, അതായത് ഋഷ്യശൃംഖനെ വരുത്തി. അതുപോലെ യാഗശാല പണിത് സരയൂ തീരത്തിങ്കിൽ ആ മഹാരാജാവ് അശ്വമേധയാഗം നടത്തി. അതിനുശേഷം താപസന്മാരുമായി ഈ പുത്രകാമേഷ്ടി കർമ്മം ഋഷിശങ്കനാൽ നടത്തപ്പെട്ടു. അങ്ങനെ ദേവതാഗണം തന്നെ തൃപ്തരായി എന്നാണ് പറയപ്പെടുന്നത്. ആ തൃപ്തരായതിൻ്റെ ഫലമായി ഹോമകുണ്ഡത്തിൽ നിന്നും ഹേമപാത്രസ്ഥം, സ്വർണ്ണ നിർമ്മിതമായ പാത്രത്തിൽ പായസത്തോടുകൂടി ആ അഗ്നിദേവൻ പൊങ്ങി വന്നു. അപ്പോൾ താവകം പുത്രീയം ഇപ്പായസം കൈക്കൊള്ളുക നീ എന്ന് പറഞ്ഞു. അവിടുത്തെ പുത്രൻ, അതായത് നിനക്ക് പുത്രന്മാരുണ്ടാകാൻ വേണ്ടി നീ ഈ പായസം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് പാവകൻ, അതായത് അഗ്നിദേവൻ പായസത്തെ മഹാരാജാവിൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് മറയുന്നു. വസിഷ്ഠ ഗുരുവിൻ്റെ ആജ്ഞയനുസരിച്ച് പായസം സ്വീകരിച്ച ദശരഥ മഹാരാജാവ് പകുതി കൗസല്യയ്ക്ക് കൊടുക്കുന്നു. ഏറ്റവും പ്രിയപത്നിയാണെന്ന് തോന്നുന്നു അല്ലേ. അതിനുശേഷം വളരെ ചഞ്ചലചിത്തനായിട്ട് ബാക്കി പകുതി കൈകേയിക്കും കൊടുത്തു. അപ്പം പിന്നെ ഒരാളും കൂടെ ബാക്കിയുണ്ട്, സുമിത്രയ്ക്ക് കൗസല്യയും കൈകേയിയും തങ്ങൾക്ക് കിട്ടിയ വിഹിതത്തിൽ നിന്ന് പകുതി പകുത്ത് നൽകുന്നു. ആ പായസത്തിൻ്റെ ആ പ്രഭാവം നിമിത്തം 3 പേരും ഗർഭം ധരിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഗർഭരക്ഷയ്ക്കായി ബ്രാഹ്മണന്മാരെ വരുത്തി പൂജാകർമ്മങ്ങളും ഹോമങ്ങളും എല്ലാം നടത്തുന്നു. ഗർഭകാലത്ത് ചെയ്യുന്ന സീമന്തം, പുംസവനം ആദിയായ കർമ്മങ്ങളെല്ലാം, ചടങ്ങുകളെല്ലാം മുറ പോലെ ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രജകളെല്ലാം സന്തുഷ്ടരായി അതായത് ഭഗവാൻ മഹാവിഷ്ണു അല്ലേ കൗസല്യയുടെ ഗർഭത്തിൽ വന്ന് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ആ തെളിച്ചം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. രാജ്യത്തും അതിൻ്റേതായ അഭിവൃദ്ധിയെല്ലാം ഉണ്ടായി. എല്ലാവരും വളരെ സന്തുഷ്ടരായിരിക്കുന്നു. അങ്ങനെ ഗർഭകാലം പൂർത്തിയായി. 5 ഗ്രഹങ്ങളും അത്യുച്ചത്തിൽ നിൽക്കുന്ന സമയത്ത്, അതായത് നവമി തിഥിയിലാണ്, പുണർദം നക്ഷത്രത്തിലാണ്. ആദിത്യൻ കർക്കിടകൻ രാശിയിൽ 5 ഗ്രഹങ്ങളിൽ, ശനി തുലാം രാശിയിൽ, ശുക്രൻ മീനം രാശിയിലും, കുജൻ മകരം രാശിയിലും, വ്യാഴം
അങ്ങനെ ആ രാശ്യാധിപനുമായി നിൽക്കുന്ന ആ അത്യുച്ചസ്ഥന്മാരായ 5 ഗ്രഹങ്ങൾ നിൽക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഭഗവാൻ അവതരിച്ചു, ദിക്കുകളെല്ലാം പ്രസാദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ദേവന്മാരും ദിക്കുകളും പ്രസാദിച്ചു. അതായത് ആ രാവണൻ എന്ന അസുരനെ വധിക്കാനായിട്ട് ഭഗവാൻ അവതരിച്ചു ഭൂമിയിലേക്ക്. അവരുടെ ദുഃഖങ്ങൾക്കെല്ലാം അറുതി വരാൻ പോവുകയാണ്. അടുത്ത ദിവസം പൂയം നക്ഷത്രത്തിൽ കൈകേയിയും അതിനടുത്ത ദിവസം ആയില്യം നക്ഷത്രത്തിൽ സുമിത്ര 2 പുത്രന്മാരെയും പ്രസവിച്ചു. കൈകേയിക്ക് 1 പുത്രൻ, അതുപോലെ തന്നെ അതിനടുത്ത ദിവസം ആയില്യം നക്ഷത്രത്തിൽ ഈ പായസത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് 2 പങ്ക് കഴിച്ചതുകൊണ്ടാണ് സുമിത്ര 2 പുത്രന്മാരെ പ്രസവിച്ചത്. ഭഗവാൻ വിഷ്ണു ആ വിഷ്ണു ചിഹ്നങ്ങളോടുകൂടി, നമുക്കറിയാം ശംഖചക്രഗദാ പത്മങ്ങളോടുകൂടി അവതരിച്ചു. ഭഗവാന്റെ വർണ്ണനയാണ്. പിന്നെ ആ ഭഗവാനെ അങ്ങനെ കൗസല്യാദേവി കാണുകയാണ്. വിശ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ കൗസല്യ ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് അടുത്ത വരികളിലെല്ലാം. ആ പ്രാർത്ഥന ഇങ്ങനെ കണ്ടിട്ട് അവതരിച്ചു കഴിഞ്ഞപ്പം ഭഗവാൻ ശംഖചക്രാബ്ജഗദാ ശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകള രാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചി നൂപുരമുഖമണ്ഡലങ്ങളുമിന്ദു മണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത് സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തെരുതെര സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗത്പദേ. നിന്തിരുവടിമായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തനവ്യക്തനവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ. ഭക്തന്മാർ, അതായത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കൗസല്യ. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിന്തിരുവടിയുടെ ജഠരത്തിങ്കലാണല്ലോ നിത്യം അന്തമില്ലാത്തവണ്ണം ഈ ബ്രഹ്മാണ്ഡങ്ങളെല്ലാം കിടക്കുന്നത്. നമുക്കറിയാം പ്രളയകാലത്ത് ആ വിരാട് സ്വരൂപത്തിൻ്റെ ജഠരത്തിലാണ് എല്ലാ ജീവജാലങ്ങളെയും ഭഗവാൻ, അതായത് പ്രളയജലത്തെ സഹിതം മുക്കിവെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ജഠരത്തിൽ വന്ന് വസിപ്പാൻ എന്ത് കാരണം ഭഗവാനെ എന്ന് കൗസല്യ വളരെ വളരെ പാരവശ്യത്തോടെ ചോദിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഈ ഭക്തന്മാർക്ക് പോലും പറ്റാത്ത ഒരു കാര്യം എനിക്ക് എങ്ങനെ സാധ്യമായി? ഈ സംസാര ദുഃഖം ആകുന്ന ഈ അമ്പുധി, ഈ സമുദ്രത്തിൽ നിമഗ്നയായിട്ട് ആ ഭ്രമിച്ചു കിടക്കുന്ന എനിക്ക് നിന്നുടെ മഹാമായ കാരണം എനിക്കിപ്പോൾ ഈ അവിടുത്തെ പാദാംബുജങ്ങൾ കാണാനും ഭാഗ്യം വന്നു. അവിടുത്തെ കാരുണ്യത്താൽ എനിക്ക് ഈ രൂപം നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. അതുകൊണ്ട് ഈ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ, വിശ്വത്തെ മോഹിപ്പിക്കുന്ന അവിടുത്തെ നിന്നുടെ മഹാമായ വിശ്വേശ്വര, എന്നെ മോഹിപ്പിച്ചിടാതെ എൻ്റെ ലക്ഷ്മീപദേ മഹേശ്വര എന്ന് കേവലം ഈ ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് ഈ ശംഖചക്രാബ്ജങ്ങളെയൊക്കെ ധരിച്ച് വിഷ്ണു ചിഹ്നങ്ങളോടുകൂടിയ ആ രൂപം കണ്ട് ഭഗവാനെ വന്ദിച്ചിട്ട് കൗസല്യ പറയാണ്, എന്നെ ഇങ്ങനെ മോഹിപ്പിക്കരുത്. ഇത് കണ്ടാൽ എനിക്ക് തന്നെ ഇതിങ്ങനെ ആ ഭഗവാനെ സ്വന്തം മകനായിട്ട് സങ്കല്പിക്കാൻ പറ്റത്തില്ല അല്ലേ? ഭഗവാനെ പൂജിക്കുകയാണ്, മക്കളെ പൂജിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക്
കേവലം അലൗകികമായിട്ടുള്ള വൈഷ്ണവമായ രൂപം ദേവേശ പെട്ടെന്ന് മറച്ചിട്ട്, മറ്റുള്ളവർ കാണും മുമ്പേ മറച്ചിട്ട് അവിടുന്ന് എനിക്ക് ലാളനാശ്ലേഷാദ്യനുരൂപമായിട്ടൊരു ബാലഭാവത്തെ കാട്ടിത്തരണം ദയാനിധേ എന്ന് കൗസല്യ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ആ പുത്രവാത്സല്യത്തോടുകൂടി ആ അവ്യാജമായിട്ടുള്ള നിഷ്കളങ്കമായ ആ പുത്രവാത്സല്യമാണ്. അതുകൊണ്ട് ഈ സംസാരമാകുന്ന ഈ ദുഃഖം നിറഞ്ഞ ഈ സംസാരാർണവും സംസാരമാകുന്ന സമുദ്രവും നീന്തിക്കടക്കാൻ എനിക്ക് അവിടുത്തെ ആ പുത്രരൂപം ബാലകരൂപം തന്നെ കാണിച്ചു തന്നാൽ മതി, ആ രൂപത്തിൽ എൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഭഗവാൻ അതിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞു, ഭക്തവത്സലനായ പുരുഷോത്തമൻ അരുൾ ചെയ്തു, മാതാവേ, ഭവതിക്ക് എന്തിഷ്ടമാകുന്നു, ഏതും അന്തരമില്ല, അതുപോലെ ചിന്തിച്ച വണ്ണം വരൂ എന്ന് പറഞ്ഞ് ആ ഭാവത്തെ മറച്ച് ബാലകരൂപം കൈക്കൊള്ളുകയാണ്. അങ്ങനെ ഏതും ദുർമതം വളർന്നൊരു രാവണനെ കൊന്ന് സമ്മോദം ജനങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ, അത് കഴിഞ്ഞ് അവതാരോദ്ദേശം പറയുകയാണ്, നിങ്ങൾ പണ്ട് പൂർവ്വജന്മത്തിൽ അതിഥിയും കശ്യപനുമായിട്ട് ആ ദുർമതം വളർന്നൊരു ആ രാവണനെ കൊല്ലാൻ വേണ്ടി എന്നെ സേവിച്ചു. ഞാൻ മനുഷ്യനായിട്ട് അവതരിച്ചതിൻ്റെ കാരണം ഇതാണ്. ഭഗവാൻ തൻ്റെ മകനായിട്ട് പിറക്കണമെന്ന് അതിഥിയും കശ്യപനും പ്രാർത്ഥിച്ചതിനാൽ ഞാൻ ഈ ജന്മത്തിൽ ഈ ത്രേതായുഗത്തിൽ വന്ന് ദശരഥൻ്റെയും കൗസല്യയുടെയും മക്കളായിട്ട് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഞാൻ നിങ്ങൾക്ക് മനുഷ്യവേഷത്തിൽ വന്ന് നിങ്ങളുടെ മകനായി പിറന്നത്. അങ്ങനെ ഒത്തിരി കാലം അനേകകാലം നിങ്ങളെന്നെ അന്ന് സേവിച്ചു, മനസ്സിൽ നിരൂപിച്ച് സേവിച്ചു ചിരകാലം എന്നാണ്. ആ പൂർവ്വജന്മത്തിൽ അങ്ങനെ സ്മരിച്ചതും കൊണ്ടാണ് ഞാൻ ഈ വേഷത്തെ കാട്ടിത്തന്നതും ആ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഭഗവാൻ സ്വന്തം മകനായി പിറന്നതിൽ വളരെ സന്തോഷിച്ച് ഭക്തി പുരസരം ഭഗവാനെ വന്ദിച്ചതിന് ശേഷം ഭഗവാൻ പഴയ രൂപത്തിലേക്ക് മാറുന്നു. അത് കഴിഞ്ഞ് കൗസല്യയും വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഒരു സമയത്ത് 4 പുത്രന്മാർ ദശരഥ മഹാരാജാവിനുണ്ടായി. എല്ലാവരും വളരെ സന്തോഷിച്ചു. അതായത് രാജ്യം മുഴുവനും സന്തോഷങ്ങളായിരുന്നു അല്ലേ. ഒട്ടും ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ അത്ഭുത രൂപത്തെ കാണിച്ചു കൊടുത്തതിൽ വളരെയധികം സന്തുഷ്ടയാണ് കൗസല്യ. അത് വേറെ ആരോടും പറയാനും പറ്റത്തില്ല, പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ എല്ലാം വളരെ സന്തോഷത്തോടെ എല്ലാവരും കഴിഞ്ഞു പോരുന്ന സമയത്ത് ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികൾ യഥാകർമ്മം അവർക്ക് നാമകർമ്മം ചെയ്യുന്നു. നാമകർമ്മം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ശ്യാമള നിറം പൂണ്ട കുമാരന് രാമൻ എന്ന് പേര് കൊടുത്തു. അതുപോലെ ഭരണനിപുണനായ ഭരതനെ ഭരതൻ എന്ന് വിളിച്ചു. ലക്ഷണങ്ങളോടുകൂടി ജനിച്ചവനായ ലക്ഷ്മണനെ ലക്ഷ്മണൻ എന്നും പേര് കൊടുത്തു. അതുപോലെ ശത്രുഘ്നൻ എന്ന് പേര് വന്നത് ശത്രുവൃന്ദത്തെ ഹനിക്കുന്നവനായതിനാൽ ആണ് ആ പേരിട്ടത്. ഇങ്ങനെ ആ പായസത്തിൻ്റെ പ്രഭാവവശാൽ രാമനും ലക്ഷ്മണനും ഒരുമിച്ചും ഭരത ശത്രുഘ്നന്മാർ ഒരുമിച്ചും വാഴുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്ന അടുത്ത വരികളിൽ. അവരെ യഥാസമയം ഉപനയനം ചെയ്തു. വസിഷ്ഠൻ തൻ്റെ ഭാഗ്യമോർത്ത് സന്തോഷിക്കുകയാണ്. അവരുടെ കുലഗുരുവാണ് വസിഷ്ഠൻ. ആ കുലഗുരുവായ വസിഷ്ഠനാണ് അവർക്ക് അസ്ത്രശസ്ത്രാദി വിദ്യകളും വേദാന്താദി സകല കലകളും അഭ്യസിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഓർക്കുകയാണ്, ഈ ലോകത്തിൻ്റെ തന്നെ നാഥനായ ജഗന്നാഥന് അതായത് ഗുരുക്കന്മാരുടെയും ഗുരുവായ ഭഗവാന്റെ ഗുരുവായതോർത്ത് വസിഷ്ഠന് വളരെയധികം സന്തോഷവും ആശ്ചര്യവും തോന്നി. ആ പരമാത്മാവായ ആ പരമാനന്ദമൂർത്തി, ആ ഭൂമിപാലകൻ, അതായത് ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി അവതരിച്ച് ഭൂമിയെ പാലനം ചെയ്തിങ്ങനെ വരവേ, അതായത് ക്രമേണ കുട്ടികളെല്ലാം വളർന്ന് ബാലകന്മാർ യുവത്വത്തിലേക്ക് കാലൂന്നി അങ്ങനെ വളർന്നു വരും. അവരെല്ലാ കലകളും അഭ്യസിച്ചു. ഇങ്ങനെ എത്ര ആശ്ചര്യമാണ് ഇങ്ങനെ ഈ ഭൂമിപാലനം. ഭഗവാൻ ഇങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ മകനായി പിറന്ന് ഭൂമിയിൽ ഇങ്ങനെ മറ്റു പ്രജകളെയൊക്കെ നോക്കി അവരിലൊരാളായി താമസിക്കുന്നതെന്ന്, ഇതെല്ലാം എന്ത് ആശ്ചര്യം, എന്ത് വൈഭവം എന്ന് മഹാദേവൻ ഇങ്ങനെ ഇതെത്ര വിചിത്രം ചിത്രം എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. മായാവൈഭവം എത്ര വിചിത്രം എന്ന് പറഞ്ഞ് ആ ഭാഗം അവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തത് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയാണ്. അങ്ങനെ കഴിഞ്ഞു വരുന്നതായ സമയത്ത് ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി, കൗശിക മുനിയുടെ മകനാണ് വിശ്വാമിത്ര മഹർഷി, അയോധ്യയിലേക്ക് വരികയാണ്. ഇത് കണ്ട ദശരഥ മഹാരാജാവ് വളരെ ഉപചാരപൂർവ്വം മഹർഷിയെ സ്വീകരിച്ചിരുത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആഗമനോദ്ദേശം എന്തെന്ന് ചോദിച്ചറിയുന്നു.
ഞാൻ മഹർഷി ഇപ്രകാരം രാജാവിനോട് പറയുകയാണ്, ഞാൻ അമാവാസി തോറും നടത്തി വരുന്ന പിതൃക്കളെ വിചാരിച്ച് നടത്തുന്ന ഹോമങ്ങളും കർമ്മങ്ങളും മാരീചൻ, സുബാഹു, അതുപോലെ അവരുടെ അനുചരന്മാരായ രാക്ഷസന്മാർ എല്ലാവരും വന്ന് തടസ്സപ്പെടുത്തുകയും മുനിമാരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അവരെയും അവരുടെ അനുചരന്മാരെയും വധിച്ച് യാഗരക്ഷ ചെയ്യാനായിട്ട് അല്ലയോ രാജാവേ, അവിടുന്ന് ഈ രാമനെ എൻ്റെ കൂടെ അയക്കണം, കൂടെ ലക്ഷ്മണനെയും അയച്ചാലും എന്ന് ഇങ്ങനെ ദശരഥനോട് പറയുകയാണ് വിശ്വാമിത്ര മഹർഷി. ഇത് കേട്ട് വളരെയധികം ആകുലചിത്തനായി ദശരഥ മഹാരാജാവ്. ഒന്നാമത് പയ്യന്മാരാണ്, പിള്ളേരല്ലേ, ചെറിയ ചെറിയ കുട്ടികളല്ലേ. ഈ രാക്ഷസന്മാരെയൊക്കെ വധിക്കാനായിട്ട് കാനനത്തിലേക്ക് വിടണമെന്ന് പറഞ്ഞാൽ ആർക്കാണ് സങ്കടം വരാത്തത്? അങ്ങനെ ദശരഥ മഹാരാജാവ് വേഗം വസിഷ്ഠ മഹർഷി കുലഗുരുവിനെ വിളിച്ച് ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, അല്ലയോ മഹർഷി, ഈ വിശ്വാമിത്ര മഹർഷി ഇങ്ങനെ പറയുന്നു, ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ അയക്കും? രാമൻ എന്നിൽ നിന്ന് പിരിഞ്ഞാൽ എൻ്റെ ജീവൻ പോകുന്നത് പോലെയാണ്. അയച്ചില്ലെങ്കിലോ ഈ കോപിഷ്ഠനായ വിശ്വാമിത്ര മഹർഷി എൻ്റെ വംശനാശം തന്നെ വരുത്തും. ഉചിതമായത് എന്താണെന്ന് വെച്ചാൽ എന്നോട് ഉപദേശിച്ചാലും ഗുരു എന്ന് പറഞ്ഞു. ഇത് കേട്ട വസിഷ്ഠ മഹർഷി രാജാവിനോട് പറഞ്ഞു, രാജാവേ, അവിടുന്ന് ഒന്നുകൊണ്ടും ദുഃഖിക്കണ്ട, ഇത് വളരെ രഹസ്യമായ കാര്യമാണ്. എങ്കിലും അവിടുത്തോട് ഞാൻ പറയാം, ഈ രാമൻ മനുഷ്യനല്ല പരമാത്മാവാകുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ്. അവിടുന്ന് പണ്ട് പൂർവ്വജന്മത്തിൽ പ്രാർത്ഥിച്ചതനുസരിച്ച് ആ ഭഗവാൻ തന്നെ മകനായിട്ട് വന്ന് അവിടത്തേക്ക് ജനിച്ചതാണ്. രാവണൻ മുതലായ അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി ആണ് ഭഗവാൻ അവതാരമെടുത്തിട്ടുള്ളത് എന്നെല്ലാം ഭഗവാന്റെ ജന്മരഹസ്യം തന്നെ ഈ രാജാവിനോട് വസിഷ്ഠ ഗുരു പറയുന്നു. അതിനനുസരിച്ച് ഇങ്ങനെ പിന്നീട് പറയുകയാണ്, ശേഷനാണ് ലക്ഷ്മണൻ ശേഷനാഗമായിട്ട് ജനിച്ചിരിക്കുന്നത്. ശേഷനാഗമാണ് ലക്ഷ്മണനായിട്ട് ജനിച്ചിരിക്കുന്നത്. അതുപോലെ ഭരതൻ ശംഖമാണ്, ചക്രമാണ് ശത്രുഘ്നൻ്റെ രൂപം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് ഒട്ടും ശങ്കിക്കേണ്ട. സീതാദേവിയും ജനകാലയത്തിൽ, അതായത് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ, അതായത് മിഥിലാപുരിയിൽ യോഗമായാദേവിയായിട്ട്, അയോനിജയായിട്ട്, സീതാദേവിയായിട്ട് അവതരിച്ചിട്ടുണ്ട്. അവരെ ഈ ശ്രീരാമകുമാരനെയും സീതാദേവിയെയും കൂട്ടിച്ചേർക്കാനാണ് വിശ്വാമിത്രൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതെല്ലാം ദൈവനിയോഗം തന്നെയാണ്. ഇത് കേട്ട ദശരഥ മഹാരാജാവ് വളരെ സന്തുഷ്ടനാവുകയും പുത്രന്മാരെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അയക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആ പുത്രന്മാരെ ആലിംഗനം ചെയ്ത് നെറുകയിൽ വളരെ സ്നേഹത്തോടു കൂടി ചുംബിച്ച് യാത്ര അയക്കുന്ന സമയത്ത് അവരച്ഛനെയും അമ്മയെയും, അതായത് അമ്മമാരെയും അവരുടെ പാദങ്ങൾ വന്ദിച്ച് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി ഗുരുവിനെയും വന്ദിച്ച് പോകാനായി ഒരുങ്ങുന്നു. അതിനനുസരിച്ച് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ വിശ്വാമിത്ര മഹർഷിയെയും വന്ദിച്ച് അദ്ദേഹത്തോടൊപ്പം ആയുധങ്ങളെല്ലാം എടുത്ത് ഈ രാമലക്ഷ്മണന്മാർ പോകുന്നു. അങ്ങനെ അവർ 3 പേരും അങ്ങനെ പോകുന്നതായ സമയത്ത് പല ദേശങ്ങളും കടന്ന്, നമുക്കറിയാം കാനനത്തിൽ കൂടെയാണ് യാത്ര. ഒരിടത്ത് ചെന്നപ്പോൾ വിശ്വാമിത്ര മുനി അവരോട് പറഞ്ഞു, കുമാരന്മാരെ, നിങ്ങൾ 2 പേരും ബാലന്മാരല്ലേ, നിങ്ങൾ ഇതിനു മുമ്പ് വിശപ്പും ദാഹവും എന്താണെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അതിനാൽ വിശപ്പും ദാഹവും ഉണ്ടാകാതെ ഇരിക്കാനായി ഞാൻ ബല എന്നും അതിബല എന്നും പേരുള്ള 2 വിദ്യകൾ ഉപദേശിക്കാം. അവ പഠിച്ച് മനനം ചെയ്ത് ജപിച്ചാലും ഒട്ടും മടി വേണ്ട. അങ്ങനെ വിശപ്പും ദാഹവും തീർന്ന ബാലന്മാരോടുകൂടി വിശ്വാമിത്രമുനി ഗംഗാനദിക്ക് മറുകര എത്തിച്ചേർന്നു. നമുക്ക് ഇന്ന് ഇത്രയും ഭാഗം മതി. അടുത്ത ഭാഗം താടകാവധമാണ്. അത് അടുത്ത ദിവസം അവതരിപ്പിക്കുക. അതായത് നാളെ 3-ാമത്തെ ദിവസം പാരായണം ചെയ്യാനായി, കഥ കേൾക്കാനായി കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഭഗവാനെ ശ്രീ മഹാദേവ, ശംഭോ മഹാദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.